എല്ലാവർക്കും മൈൻഡ് സൈക്കോളജിയിലേക്ക് സ്വാഗതം. OCD അഥവാ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ഒരാളുടെ ദൈനംദിന ജീവിതത്തെ കാര്യമായി ബാധിക്കുന്ന ഒരു മാനസികാരോഗ്യ അവസ്ഥയാണിത്. ഇത് പ്രധാനമായും അനിയന്ത്രിതമായ ചിന്തകളും പ്രവൃത്തികളും ആവർത്തിക്കാനുള്ള തോന്നലുകളും ഉണ്ടാകുന്നു. ഇതിനെ മറികടക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം. 1. OCDയെ കുറിച്ച് ശരിയായി മനസ്സിലാക്കുക എന്നതാണ് പ്രാധാന്യം. ഇത് ഒരു മാനസികാരോഗ്യ പ്രശ്നമാണെന്നും തനിക്ക് മാത്രമല്ല ഇത് സംഭവിക്കുന്നതെന്നും തിരിച്ചറിയുക. 2. വിദഗ്ധ സഹായം തേടുക. ഒരു മാനസികാരോഗ്യ വിദഗ്ധന്റെ സഹായത്തോടെയുള്ള ചികിത്സ OCDയെ കൈകാര്യം ചെയ്യാൻ സഹായിക്കും. 3. ചിന്തകളെയും പ്രവൃത്തികളെയും നിയന്ത്രിക്കാനുള്ള തന്ത്രങ്ങൾ പരിശീലിക്കുക. ഉദാഹരണത്തിന്, ചിന്തകൾ വരുമ്പോൾ അവയെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമങ്ങൾ നടത്തുക. 4. സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്ന വ്യായാമങ്ങൾ ശീലിക്കുക. യോഗ, ധ്യാനം തുടങ്ങിയവ നല്ലതാണ്. 5. ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുക. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുകയും ഉറങ്ങുകയും ചെയ്യുക. 6. പിന്തുണ നൽകുന്ന സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളുമായി സംസാരിക്കുക. അവരുടെ പിന്തുണ OCDയെ മറികടക്കാൻ സഹായിക്കും. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ OCDയെ ഒരു പരിധിവരെ നിയന്ത്രിക്കാനാകും. നമുക്കിനി OCDയെ മറികടക്കാൻ സ്വയം ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ OCD എന്ന് പറയുന്നത് ഒരു മാനസിക അവസ്ഥയാണെന്ന് സ്വയം തിരിച്ചറിയുക. ഇതുമൂലമുണ്ടാകുന്നത് വെറും തെറ്റായ ചിന്തകളാണെന്നും തെറ്റായ പ്രവൃത്തികളാണ് നമ്മൾ ചെയ്തതെന്നും മനസ്സിലാക്കുക. OCD മൂലം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന തെറ്റായ ചിന്തകളെ കണ്ടില്ലെന്ന് നടിക്കുക. അതുമൂലമുണ്ടാകുന്ന പ്രവൃത്തികളെ ബോധപൂർവം ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. OCD മൂലമുണ്ടാകുന്ന ചിന്തകൾ എന്താണോ അതിന് വിപരീതമായി ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ കൈ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു തെറ്റായ ചിന്ത വന്നു എന്ന് കരുതുക. അപ്പോൾ നമ്മൾ വീണ്ടും കൈ കഴുകാൻ ശ്രമിക്കും. പക്ഷേ നമ്മൾ വീണ്ടും കൈ കഴുകാതിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ എല്ലാ പ്രവൃത്തിയിലും നമ്മൾ വിപരീതമായി ചെയ്തു പോകുമ്പോൾ ഒരു പരിധിവരെ നമുക്ക് ഈ OCDയിൽ നിന്നും മുക്തി നേടാൻ സാധിക്കും. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ OCD മൂലമുണ്ടാകുന്ന ചിന്തകളിൽ നമുക്ക് ഒരു തരത്തിലുള്ള ദോഷങ്ങളും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണോ OCD മൂലമുണ്ടാകുന്ന ചിന്തകൾ അതിന് വിപരീതമായി തന്നെ ചെയ്ത് ശീലിക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി പിന്നീട് കാണാം. നന്ദി, നമസ്കാരം.